വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുകുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുക്കാത്തതോ വറുത്തതോ എടുക്കാം. ഇനി 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 4 ഏലക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി എടുക്കുമ്പോൾ ഇളം ചൂടുള്ള ചെറിയ ചൂടോടെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മളിതിലേക്ക് ഒഴിച്ച ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളെടുത്ത ശർക്കര വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഇളം ചൂടോടെ തന്നെ ഇത് അരിച്ചെടുക്കേണ്ടതാണ്. ശർക്കരപ്പാനിയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാകും, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റവ കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് ദോശമാവിൻ്റെ അയവിൽ യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് 4-5 അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ മാവ് മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. സോഡ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നാക്സിനുള്ള മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ തവി മാവ് വീതം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായ റെസിപ്പികൾക്ക് ഒരു ലൈക്ക് കൂടി തരാം കേട്ടോ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.